നമസ്കാരം. ധനുസ് പീസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ് മുൻകാല ചോദ്യപേപ്പർ. ഇനി വരാൻ പോകുന്ന നടക്കാനിരിക്കുന്ന LGS, LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് തുടങ്ങിയ പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് മുൻകാല ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കാം. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ, ജവഹർലാൽ നെഹ്റു. അടുത്തത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിന് വേണ്ടി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരാണ്? സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിന് വേണ്ടി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരാണ്? ആൻസർ VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്തിട്ടുള്ള ഏത് കണ്ടുപിടുത്തത്തിനായിരുന്നു? CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് എന്ത് കണ്ടുപിടിച്ചിട്ടാണ്? ആൻസർ ഭൗതിക ശാസ്ത്രം, ഫിസിക്സിലായിരുന്നു. ഭൗതിക ശാസ്ത്രം. CV രാമന് നോബൽ പ്രൈസ് ലഭിച്ചത് ഭൗതിക ശാസ്ത്രത്തിലായിരുന്നു. അടുത്ത ചോദ്യം, പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? പ്രഥമ ഉദ്യമത്തിൽ, ആദ്യത്തെ ശ്രമത്തിൽ തന്നെ, ഫസ്റ്റ് ചാൻസ് തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. അടുത്ത ചോദ്യം, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഉത്തരം ഓപ്ഷൻ സി, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായി. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെയാണ് ഉള്ളത്. അതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായിട്ടാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരമുള്ളത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ആൻസർ ഓപ്ഷൻ സി, ചൈന. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. ഇന്ത്യ, ചൈന പഞ്ചശീല തത്വങ്ങൾ. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന സംഘടിത കലാപമാണേത്? ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? 1809 ജനുവരി 11. നെക്സ്റ്റ് വൺ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഏതാണ്? ആൻസർ 1953. ഓപ്ഷൻ സി, 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ
ദീനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ദീനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ വി ആർ കൃഷ്ണ എഴുത്തച്ഛൻ. വി ആർ കൃഷ്ണ എഴുത്തച്ഛനാണ് ദീനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകൻ. അടുത്തത് മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ്? പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ്. ഡോക്ടർ സി ആർ പ്രസാദ്. ഡോക്ടർ സി ആർ പ്രസാദ്. ഡോക്ടർ സി ആർ പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? ചോദ്യം ഒന്നുകൂടി, 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമം അതിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്തായിരുന്നു? മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമായിരുന്നു. 2005 വിവരാവകാശ നിയമം നമുക്കറിയാം. അതിൻ്റെ നിർമ്മാണം അതുണ്ടാകാൻ കാരണം എന്തായിരുന്നു? മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ്. ഇത് ഏത് സംസ്ഥാനത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? ചോദ്യം ഒന്നുകൂടി, മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന ഏത് സംസ്ഥാനത്തു നിന്നുമായിരിക്കും ഉത്ഭവിച്ചതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ അല്ലേ എന്ന സംഘടന ഇവിടെ നിന്ന് രൂപം കൊണ്ടു? രാജസ്ഥാൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഇവിടെ ഏതാണ്? ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശരിയല്ലാത്തവ. ലോക്പാൽ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാൽ. ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാൽ. 2014 ജനുവരി 16 ഇന്ത്യയിൽ ലോക്പാൽ നിയമം നടപ്പിൽ വരുന്നത്. 2014 ജനുവരി 16 ഇന്ത്യയിൽ ഈ നിയമം കൊണ്ടുവരുന്നത്. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ. ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? ലോകത്തിൽ എത്ര സമയമേഖലകൾ ഉണ്ട്? 24 സമയമേഖലകളുണ്ട്. 24 സമയമേഖലകളാണ് ലോകത്ത് ഉള്ളത്. പ്രാദേശികവാദം അല്ലാത്തത് ഏതാണ്? പ്രാദേശികവാദം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കരക്കാറ്റ്. പ്രാദേശികവാദം അല്ലാത്തത് ഇവയിൽ കരക്കാറ്റ്. ലൂ എന്ന് പറയുമ്പോഴും ചിനുക് എന്ന് പറയുന്നതും അതുപോലെ ഫൻ എന്ന് പറയുന്നതൊക്കെ എന്താണ്? പ്രാദേശികവാദങ്ങളാണ്. മഞ്ഞ് തിന്നുന്നവൻ ചിനുക്ക് അല്ലേ? ഫൻ മുന്തിരിക്കുലകൾ കഴിക്കുമ്പോൾ ഫൻ എന്നൊക്കെ പറയുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മഞ്ഞ നിറം. കൃഷിയിടങ്ങൾക്ക് മഞ്ഞ നിറമാണ് ഭൂപടത്തിൽ കൊടുക്കുന്നത്. കൃഷിയിടങ്ങൾക്ക് മഞ്ഞ നിറം. അടുത്തത്, മുദ്രാബാങ്കിൻ്റെ ലക്ഷ്യം എന്താണ്? മുദ്രാബാങ്കിൻ്റെ ലക്ഷ്യം എന്താണ്? ചെറുകിട വായ്പ നൽകൽ. പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യരൂപമാണ് വചന സാഹിത്യം?
ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? വചന സാഹിത്യത്തിലെ ഭാഷ ഏതാണ്? കന്നഡ ഭാഷ. കന്നഡ ഭാഷ. ആൻസർ ഓപ്ഷൻ ബി കന്നഡ. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാകുന്നത് എന്നാണ്? ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക വർഷം. സാമ്പത്തിക വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം ഏതാണ്? കാറ്റിൻ്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഭൂരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കൂൺശിലയാണ്. കൂൺശിലകളാണ്. കൂൺശിലകളാണ് ഉണ്ടാകുന്നത്. കൂൺശിലകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അറബിക്കടൽ. അറബിക്കടൽ. നെക്സ്റ്റ് വൺ, സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരമേത്? വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരം ഏതാണ്? സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരം ഏതാണ്? ആൻസർ അലിഗഡ്. അലിഗഡ് യൂണിവേഴ്സിറ്റി അല്ലേ? അലിഗഡ് യൂണിവേഴ്സിറ്റി കേട്ടില്ലേ? അലിഗഡാണ്. അലിഗഡ്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള സ്ഥലം അലിഗഡ്. അടുത്തത്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ഏതാണ്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ഏതാണ്? സൈമൺ ബോളിവർ. സൈമൺ ബോളിവർ. സൈമൺ ബോളിവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് സൈമൺ ബോളിവർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം ഏതാണ്? ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതായിരുന്നു? ആൻസർ ഫ്രാൻസ് ആണ്. ആൻസർ ഫ്രാൻസ് ആണ്. അപ്പോൾ ത്രികക്ഷി സഖ്യം എന്ന് പറയുമ്പോൾ ജർമ്മനി അല്ലേ, ഇറ്റലി, ഓസ്ട്രിയയും ഉൾപ്പെടുന്നതാണത് ത്രികക്ഷി സഖ്യങ്ങൾ. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ ത്രികക്ഷി സഖ്യത്തിൽ വരുന്നു. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടുത്തത് അമിത് ഷാ. അമിത് ഷാ. ഓക്കെ, നെക്സ്റ്റ് 2019 ലോക ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം. ഇപ്പോഴത്തെ നമുക്ക് ഇന്ത്യയാണ് വിജയിച്ചത് നമുക്കറിയാം അല്ലേ? ലോകകപ്പിൻ്റെ ഇന്ത്യയാണ് വിജയിച്ചേക്കുന്നത് അറിയാം. അടുത്തത്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? അറിയാമല്ലോ, APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനി. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി പാലിയത്തച്ഛൻ. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനി ആരാണ്? പാലിയത്തച്ഛൻ. ഓക്കെ, ഇതിൽ കൊച്ചിയിൽ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൊച്ചിയിൽ പാലിയത്തച്ഛൻ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. സ്മാരകം മാനന്തവാടിയിലാണ്. മലബാർ കുടിയാന്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? മലബാർ കുടിയാന്മ നിയമം നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ 1929. 29ലാണ് കുടിയാന്മ നിയമം. കുടിയായ്മ. ഓക്കെ,
മലബാർ കുടിയായ 1929 അടുത്ത ക്വസ്റ്റ്യൻ 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനാണ്? 1859 കയർ ഫാക്ടറി സ്ഥാപിച്ചു. ജെയിംസ് ഡാറയാണ് സ്ഥാപിച്ചത്. അദ്ദേഹം ഏത് രാജ്യക്കാരൻ ആവുന്നു? ആൻസർ ഓപ്ഷൻ ബി അയർലൻഡ് ആണ്. അയർലൻഡുകാരനാണ് ജെയിംസ് ഡാറ. അയർലൻഡ്, ഓപ്ഷൻ ബി. അടുത്തത് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? യോഗക്ഷേമ സഭ മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മന്നത്ത് പത്മനാഭൻ. അടുത്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇത് ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇത് പറഞ്ഞത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട് ജില്ല. കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട് ജില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു ഏത്? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ലൈഫ് മിഷൻ പദ്ധതി. ലൈഫ് പദ്ധതി. 17 വള്ളത്തോൾ പുരസ്കാരം പ്രഭാവർമ്മ. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 324. ഇലക്ഷൻ കമ്മീഷൻ 324. ഇലക്ഷൻ കമ്മീഷൻ 324. ഇലക്ഷൻ കമ്മീഷൻ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ. ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പലാട്ട് മോഹൻദാസ്. പലാട്ട് മോഹൻദാസ്. നെക്സ്റ്റ് വൺ, ഓഖി ചുഴലിക്കാറ്റിനെ തുടർന്നിട്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്പറേഷൻ സിനർജി. കേരളത്തിൻ്റെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. സ്കൂൾ കലോത്സവം 12ാം തവണ കേട് നേടില്ലേ? അപ്പോൾ അതൊക്കെ മാറിയല്ലോ. നോ അപ്ഡേറ്റ്സ്. കോഴിക്കോട് കേട്ടോ. നെക്സ്റ്റ് വൺ, ജപ്പാൻ്റെ കറൻസി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ജപ്പാൻ കറൻസി. ജപ്പാൻ കറൻസി ഏത് പേരിൽ? യെൻ. ജപ്പാൻ കറൻസി. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്ത ഏതാണ്? കുംഭമേള നടക്കുന്നവയിൽ പെടാത്തത് അഹമ്മദാബാദ്. ഹരിദ്വാർ, നാസിക്, അലഹബാദ് എല്ലാം കുംഭമേള സ്ഥലങ്ങളാണ്. ഒരു ചോദ്യം, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? തെക്കേയറ്റം. ആൻസർ തൂത്തുക്കുടി. ശ്രദ്ധിക്കുക, തൂത്തുക്കുടി. ലോക ജലദിനം എന്നാണ്? ജലദിനം. ആൻസർ ഓപ്ഷൻ സി മാർച്ച് 22. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. വിനാഗിരിയിൽ ആൻസർ അസെറ്റിക് ആസിഡ് ആണ് അല്ലേ? ലാക്റ്റിക് ആസിഡ് എവിടെ കാണുക? പാലിലാണ് നമുക്ക് ലാക്റ്റിക് ആസിഡ് കാണാൻ സാധിക്കും. ഒർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഒർണിത്തോളജി പക്ഷികളെക്കുറിച്ചാണ്. ഒർണിത്തോളജി പക്ഷികളെക്കുറിച്ചാണ് ഒർണിത്തോളജി. ഫോസിൽ എന്നതാണ്? പാലിയൻറ്റോളജി. ഫോസിൽ എന്ന് പറയുമ്പോൾ പാലിയൻറ്റോളജിയാണ് ഫോസിലിൽ. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം? ആൻസർ തലച്ചോറ് അല്ലേ? നമുക്ക് ഭ്രാന്തമായ അവസ്ഥ ഉണ്ടാകുന്നതും കുരയ്ക്കുകയും അതിൻ്റെ സർവ്വനിയന്ത്രണവും പോയി വരുന്നത് തലച്ചോറിലെ ബാധിക്കുന്ന കൊണ്ടാണ്. തലച്ചോറ്, മസ്തിഷ്കം. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്നവ ഏത് ഇനം സസ്യത്തിൻ്റെ സങ്കരയിനമാണ്?
പന്നിയൂർ 1 ഏതിനം സസ്യത്തിൻ്റെ സങ്കര ഇനം ആണ്, സങ്കര ഇനം ആകുന്നു. പന്നിയൂർ 1 സങ്കര ഇനം ഏതിൻ്റെയാണ്? ആൻസർ ഓപ്ഷൻ ഡി കുരുമുളക് പന്നിയൂർ 1. ഓക്കെ. നെക്സ്റ്റ് വൺ വരുന്നത് 2017. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇന്ദ്രൻസ് ആണ്. പോട്ടെ. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബുധൻ. അടുത്തത് നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. വിറ്റമിൻ എയുടെ അഭാവത്തിലാണ് നിശാന്തത എന്ന രോഗം ഉണ്ടാവുക. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രദാനം ചെയ്യുന്ന വിറ്റമിനാണ് വിറ്റമിൻ എ എന്ന് പറയുക അല്ലേ. വിറ്റമിൻ ബിയുടെ കുറവുണ്ടാകുന്ന അസുഖം ഏതാണ്? B1 എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറവുണ്ടാകുന്ന അതിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ബെറിബെറിയാണ് അസുഖം. വിറ്റമിൻ ഡി കുറവ് വന്നാൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? കണാരോഗമാണ്. വിറ്റമിൻ സി ആണെങ്കിൽ ഏത് അസുഖം ഉണ്ടാകും? സിയുടെ കുറവ് വന്നാൽ ഏത് അസുഖം ഉണ്ടാകുന്നു? സ്കർവിയാണ്. കിട്ടിയില്ല 4 വിറ്റമിൻ എയുടെ കുറവ് വന്നാൽ നിശാന്തത ഉണ്ടാകുന്നു. B1 ആണ്. ബി കോംപ്ലക്സ് ഉള്ളത് കൊണ്ട് B1ൻ്റെത് പഠിക്കാം. B1 വന്നാൽ ബെറിബെറി ഉണ്ടാകുന്നു. വിറ്റമിൻ ഡി ആണെങ്കിൽ കണാരോഗം ഉണ്ടാകുന്നു. വിറ്റമിൻ സി ആണെങ്കിൽ കുറവുണ്ടായാൽ സ്കർവി എന്ന അസുഖം ഉണ്ടാകുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിൻ്റെ 100ാം വാർഷികമാണ് 2017 ആരംഭിച്ചത് അല്ലെങ്കിൽ ആഘോഷിച്ചത്? ഇപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്, അപ്പോൾ നോക്കണം കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ ഒരു 17 ആയിരുന്നല്ലോ അല്ലേ, ഓർത്താൽ മതി. അടുത്തത് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ. രാഷ്ട്രതന്ത്രം. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? A.N. ഷംസീർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം. ആദ്യത്തെ ആൻസർ സമത്വ സമാജമാണ്. ഒരു വേറിട്ട ക്വസ്റ്റ്യനാണ്. സമത്വ സമാജം. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി.